വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ. ദുരന്ത നിവാരണ ഫണ്ട് മാനദണ്ഡങ്ങൾ കണക്കാക്കാതെ വിനിയോഗിക്കാമെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ച പശ്ചാത്തലത്തിലാണ് ഇത്. അതേസമയം ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കി. മന്ത്രിസഭായോഗം ഇതിന് അംഗീകാരം നൽകി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ. രോഹിണി, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതായിട്ട് ഔദ്യോഗികമായി തന്നെയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഈ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ ഈ ദുരന്ത നിവാരണ ഫണ്ട് അത് വിനിയോഗിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിയെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 120 കോടി രൂപ ചെലവഴിക്കുന്നതിന് കൂടി അനുമതി നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത് സംബന്ധിച്ച് മന്ത്രിസഭാ യോഗം ജനുവരി 1 അംഗീകാരം നൽകിയതായിട്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഹൈക്കോടതി ഈ കേസ് 16-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രദേശവാസി എന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്, അതായത് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കാര്യങ്ങൾ ദുരിതബാധിതരോട് സംസാരിച്ചിരുന്നില്ല, ആശയവിനിമയം നടത്തിയിട്ടില്ല തുടങ്ങിയ വാദഗതികൾ പ്രദേശവാസി എന്ന് ഹൈക്കോടതി അറിയിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ആ വിഷയം 16-ാം തീയതി വീണ്ടും പരിഗണിക്കാമെന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഈ അതിതീവ്ര ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലത്തിൽ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിക്കൊണ്ട് പണം വിനിയോഗിക്കാനായിട്ടുള്ള അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. ഇനി ആ പണം വിനിയോഗിക്കുന്നതിൽ യാതൊരു തരത്തിലുമുള്ള ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഒരു നിയന്ത്രണങ്ങളും ഉണ്ടാകില്ല. ഒപ്പം തന്നെ 120 കോടി രൂപ ഇനി അതുകൂടി ചെലവഴിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.